ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെതാ നമ്മുടെ കാർത്തിക അവളുടെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പെൺമക്കളോട് തീരെയും താല്പര്യമില്ലാത്ത ഒരച്ഛനും അതുപോലെ തന്നെ ഒരച്ഛമ്മയും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. അവരിപ്പോൾ എൻ്റെ ആ ഒരു ആശ്രയത്തിലാണ് ജീവിച്ചു പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിലോ മനസ്സുകൊണ്ട് പെമ്മക്കളെ വെറുക്കുന്നതാണെങ്കിലും കാർത്തികയ്ക്ക് മുന്നിൽ നല്ല തകർത്തങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ വിക്രവും പറഞ്ഞു, ചേച്ചി അതുപോലെയുള്ള ആൾക്കാരൊക്കെ അനുഭവിച്ചേ ചാകുള്ളൂ. അത് ചെന്ന് തറയ്ക്കുന്നത് നമ്മുടെ പ്രകാശൻ്റെ ചങ്കിലാണ്. അങ്ങനെ പ്രകാശൻ നമ്മുടെ വിക്രത്തിനെ ഒന്ന് നോക്കിയപ്പം വിക്രം കണ്ണിറക്കി കാണിക്കുക, എൻ്റെ അച്ഛ എന്നോട് ക്ഷമിക്കണേ എന്നുള്ള രീതിയിൽ. അപ്പം മൂങ്ങാമുത്തശ്ശിയാണെങ്കിലോ, എന്നാലും എൻ്റെ ദൈവമേ എല്ലാം കൈവിട്ടു പോയല്ലോ, നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയിൽ ഇരുന്നതാണ്. സാരയില്ലെന്നേ, നമുക്ക് ഇനിയും വരും സമയം, നമുക്ക് അവളെ തോപ്പിക്കാനായിട്ട്. ഇപ്പതാ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു കമ്പനി കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നത് വിക്രമായിരിക്കും. അപ്പം വിക്രത്തെ കൊണ്ട് മാത്രമേ ഇനി കല്യാണിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അച്ഛനും അതുപോലെ തന്നെ അമ്മുമ്മയൊന്നും വിഷമിക്കേണ്ടെന്ന് കാർത്തിക നമ്മുടെ പ്രകാശന് വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം എനിക്ക് ചില തിരക്കുകളൊക്കെ ഉണ്ടെന്നും പറഞ്ഞു അവൾ നേരെ പോകുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ അടുത്തേക്കാണ്. അമ്മയെ കണ്ടപാടെ തന്നെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ലക്ഷ്മിയോട് പറഞ്ഞു, അമ്മേ, കല്യാണിക്ക് ഇന്നത്തെ ആ ഒരു മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസാണ് കിട്ടിയത്. ഞാൻ കണ്ടായിരുന്നു മോളെ, എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. കല്യാണി അവൾ ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചാണ് വന്നതെന്ന് ആ ഒരു സംസാരത്തിൽ നിന്നും അതുപോലെ തന്നെ അവളുടെ ചിത്രങ്ങളിൽ നിന്നും ഒക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും ആ മോള് നല്ല ഉയരങ്ങളിൽ തന്നെ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞു. അതെ അമ്മേ, അവൾ ഉയരങ്ങളിൽ തന്നെ എത്തും. ഞാൻ എന്തായാലും അവൾക്ക് കരുതലായിട്ട്, അവൾക്ക് താങ്ങായിട്ട് അവളോടൊപ്പം തന്നെ ഉണ്ടാവും. അവൾ എൻ്റെ കുഞ്ഞ് അനുജത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക ലക്ഷ്മി അമ്മയോടും കല്യാണിയോടുള്ള ആ ഒരു സ്നേഹം അതൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴത്തേക്കിനും അമ്മ പറഞ്ഞു, മോളെ, കല്യാണിയെ കഷ്ടപ്പെടുത്തിയത് ആ പ്രകാശനാണ്. പ്രകാശനും ആ തള്ളയും അവർ രണ്ടുപേരും അനുഭവിക്കണം. അവരെ ഇങ്ങനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ എങ്ങനെയാണ് മോളെ ശരിയാവുന്നത്? അത് തന്നെ അമ്മ ഞാനും പറഞ്ഞു വരുന്നത്. വിക്രത്തിന് കമ്പനി നൽകാമെന്നുള്ള വാഗ്ദാനത്തിന്റെ പുറത്ത് വിക്രത്തിനെയും പ്രകാശനെയും മൂങ്ങയും ഒക്കെ ഇട്ട് വല്ലാണ്ടങ്ങ് ഞാനങ്ങ് കഷ്ടപ്പെടുത്തും. അതിനുശേഷം ഇവർക്കാർക്കും ഞാൻ ആ കമ്പനി കൊടുക്കില്ല. ഞാൻ ആ കമ്പനി കൊടുക്കുന്നത് തന്നെ എൻ്റെ കല്യാണിക്കും അതുപോലെ തന്നെ അവളുടെ ഭർത്താവ് കിരണിനുമാണ്. അമ്മേ, കല്യാണിക്ക് ചേർന്ന ഒരു ജോഡി തന്നെയാണ് കിരൺ. അവളെ പൊന്നുപോലെ തന്നെയാണ് അവൻ നോക്കുന്നത് എന്നൊക്കെ ലക്ഷ്മിയോട് ഇങ്ങനെ പറയുക. അത് തന്നെയാണ് മോളെ ചെയ്യേണ്ടത്. നിനക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ടല്ലോ, കൂടപ്പറപ്പുങ്ങളെ നീ ചേർത്ത് നിർത്തുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുക. പിന്നീടാണെങ്കിലോ നമ്മുടേതാ സേനനും അതുപോലെ തന്നെ രൂപയും കൂടി ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കിരണിന്റെ കമ്പനിക്കും ഒക്കെ തലവേദനയായിട്ട് ഇപ്പൊ കാർത്തിക അവതരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ കാർത്തിക മൂലം പ്രകാശനും പ്രകാശന്റെ മകനും ഒക്കെ ഉയർന്നു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഇവരിതൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനും സേനം പറഞ്ഞു, അതെ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും പ്രകാശനെ ആ കാർത്തിക സഹായിക്കുന്ന അത്രയും കാലം പ്രകാശൻ അഹങ്കാരത്തോടു കൂടി തന്നെ ജീവിക്കും. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ കല്യാണി മോളുടെ ആ ഒരു വിജയം അതിൽ പ്രകാശൻ തകർന്നടിയേണ്ട നേരം കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? പ്രകാശന് കൂട്ടായിട്ട് അവൻ്റെ ആ ഒരു റാങ്കിൽ തന്നെ നിൽക്കുന്ന അവൻ്റെ മകനും അതുപോലെ തന്നെ പണം കൊണ്ടവരെ സഹായിക്കാനായിട്ട് ഇപ്പൊ കാർത്തിക എന്ന് പറയുന്ന ആ ഒരു മുതലാളി ഉണ്ടല്ലോ, അവളാണ് നമ്മുടെ കിരണിനെതിരെ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് എന്നൊക്കെ രൂപ ഇങ്ങനെ ഒരു ആശങ്ക പറയുകയാണ്. അപ്പൊ സേനം പറഞ്ഞു, നമ്മുടെ കിരൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള എംപ്ലോയീസിനെയൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് അവൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന വഴി തന്നെ വരട്ടടോ. നമ്മൾ കോടികളൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടില്ലേ? നമ്മുടെ മകൻ ഈ ഒരു ഓഫീസ് കൊണ്ട് മാത്രമല്ലല്ലോ നിലനിന്ന് പോകുന്നത്. താൻ സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രൂപയെ ആശ്വസിപ്പിക്കുകയാണ് സേനൻ. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ക്രിസ്റ്റീനയുടെ അടുത്ത് നമ്മുടെ ബഗാസുരൻ ചെല്ലുകയാണ്. അതെ, എനിക്കിപ്പോൾ വീട്ടിലിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കല്യാണി ഡൽഹിയിൽ പോയിട്ട് വലിയ കപ്പൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി അത് നീ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന് ക്രിസ്റ്റീനയോട് ചോദിക്കുക. എൻ്റെ സാറേ, ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കിരൺ സാറിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് ചില തന്ത്രങ്ങളൊക്കെ പുതിയതായിട്ട് പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്.
തന്ത്രങ്ങളായിട്ട് മാത്രമാണോ നിൽക്കുന്നത്? പറഞ്ഞതുപോലെ തന്നെ കിരണും കല്യാണിയും വേർപിരിയണം, അത് മാത്രമാണ് എൻ്റെ ഏക ഒരു ലക്ഷ്യം. അതിലേക്ക് നീ ചെന്നെത്തണം എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്റ്റീനയാണെങ്കിലോ, സാറേ, ഞാൻ കാണുന്ന ആദ്യത്തെ പുരുഷനൊന്നും അല്ല അവനെ എങ്ങനെ എൻ്റെ വരുതിയിലാക്കണമെന്നൊക്കെ എനിക്കറിയാമെന്നും പറഞ്ഞിട്ട് ഇവൾ ഇങ്ങനെ സംസാരിച്ച് ഭയങ്കര പവറിൽ ഇവൾ നേരെ ഓഫീസിലേക്ക് പോവാണ്. കിരൺ ആണെങ്കിലോ അവിടെ ഇരുന്ന് കമ്പനി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, സാറേ, നമ്മൾ വെച്ചിരുന്ന ആ ഒരു ടെൻഡർ ഉണ്ടല്ലോ, അത് നമുക്ക് ലാപ്സ് ആയിപ്പോയി സാറേ. അയ്യോ, ലാപ്സ് ആയെന്നോ? ഇനിയിപ്പോൾ എന്താ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മുടെ കിരണിൻ്റെ ആ ഒരു സെക്രട്ടറി പെണ്ണായ ക്രിസ്റ്റീനയോട് ചോദിക്കുകയാണ്. അപ്പം ക്രിസ്റ്റീന പറഞ്ഞു, സാറ് വിഷമിക്കുമൊന്നും വേണ്ട സാറേ, ഞാൻ ആ ഒരു കൊട്ടേഷൻ സാറിന് തന്നെ തരാൻ വേണ്ടിയിട്ട് മറ്റ് ചില ടെൻഡറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി 2-3 ആൾക്കാർ നമ്മുടെ കമ്പനിയിൽ വിസിറ്റ് ചെയ്യാനും എത്തിയിട്ടുണ്ട്. സാറ് വിഷമിക്കുമൊന്നും വേണ്ട, നമ്മൾ ഉയർന്നു തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് ക്രിസ്റ്റീന സംസാരിക്കുന്നത് കാണിക്കുകയാണ്. എന്തായാലും നമ്മുടെ കിരണിനെ വലയിലാക്കാനുള്ള ക്രിസ്റ്റീനയുടെ ആദ്യത്തെ ആ ഒരു ചവിട്ടുപടി എന്തായാലും കണ്ടു തന്നെ അറിയണം അവൾ എന്തൊക്കെയാണ് ഒപ്പിച്ചു വെക്കുന്നത് എന്ന്. ഇനി കല്യാണിയും കൂടെ വന്നു കഴിഞ്ഞാൽ കഥ ഗംഭീരമായിട്ടുള്ള ആ ഒരു എപ്പിസോഡുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.